ഈ കുരുക്ഷേത്ര ഭൂമിയിൽ കിരീടവും ആയുധവും നഷ്ടപ്പെട്ട് കിടക്കുന്ന ഞാൻ, കർണൻ, സൂര്യപുത്രനായി ജനിച്ച് സൂതപുത്രനായി വളർന്ന കർണൻ, അമ്മയുടെ ചാബല്യത്തിൽ ആകാംക്ഷയകറ്റാൻ സൂര്യപുത്രനിൽ കുന്തിദേവിക്ക് ജനിച്ച ആദ്യജാതൻ ഞാൻ, കർണൻ, മഹാരഥൻ, കുരുക്ഷേത്രത്തിലെ മഹാരഥൻ. അപമാനമകറ്റാൻ ഗംഗയിലൊഴുക്കിയ നാൾ മുതൽ ഞാൻ കേൾക്കുന്നു അവഗണന, എല്ലായിടത്തും അവഗണന. ഈ കർണൻ അവഗണന. പാഠശാലയിൽ, രാഗശാലയിൽ, അന്തഃപുരത്തിൽ, പടിപ്പുരയിൽ എല്ലാം അവഗണന. എനിക്ക് അവഗണന. സൂതപുത്രൻ എന്ന്. അമ്മേ, നന്ദിയുണ്ട് അമ്മേ, നന്ദിയുണ്ട്. ഉദരത്തിൽ ജനിച്ചപ്പോൾ അച്ഛനോട് വരം ചോദിച്ചില്ലേ, മകനന് കവചകുണ്ടലങ്ങളും ധർമ്മിഷ്ഠയും നൽകാൻ? അത് മാത്രമുള്ളൂ അമ്മേ. മറ്റെല്ലാം നഷ്ടപ്പെട്ടു. കവചകുണ്ടലങ്ങൾ നഷ്ടപ്പെട്ടു. ഈ കുരുക്ഷേത്ര ഭൂമിയിൽ കർണൻ തനിച്ച്. പാർത്ത, നീ യോദ്ധാവല്ലേ, വീരയോദ്ധാവ്. നീ ചതിയിലൂടെയല്ലേ എന്നെ വീഴ്ത്തിയത്? ഒന്ന് ഞാൻ ചോദിക്കാം, ഒരു കാര്യം ഈ കർണൻ ചോദിക്കാം. ചതിയിലൂടെ എൻ്റെ കവചകുണ്ടലങ്ങൾ അപഹരിച്ച് എൻ്റെ തേരിൻ്റെ രഥം മണ്ണിൽ താഴ്ത്തി അവസാന നിമിഷത്തിൽ ശാപമായി ലഭിച്ച എൻ്റെ അപജയത്തെ നിങ്ങൾ മുതലെടുത്ത് ഈ യുദ്ധഭൂമിയിൽ ആയുധമില്ലാതെ നിരായുധനാക്കി എന്നെ നിർത്തിയിട്ട്, പാണ്ഡവരെ, അർജുന, നീ ഒരു ഭീരുവിനെ പോലെ നീ എന്നെ ചതിച്ചു കൊന്നില്ലേ അർജുന? ധർമ്മയുദ്ധമാണത്രേ, ധർമ്മയുദ്ധം. കൃഷ്ണ, മാധവ, എനിക്ക് നിന്നോടൊന്ന് ചോദിക്കാനുണ്ട്. ഒരേ ഒരു കാര്യം. എപ്പോഴെങ്കിലും ഈ കർണൻ്റെ കഴിവിനെ നീ അംഗീകരിച്ചിരുന്നോ?